പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞത് എന്താ സംഭവിച്ചത്? കർത്തമേശ എടുത്തല്ലേ. വചനം പറയുന്നത് കർത്തമേശ എടുത്ത എടുക്കുന്നെങ്കിൽ സൂക്ഷിച്ചെടുക്കണം. ആമേ. വ്യവസ്ഥകൾ എടുത്ത മരണം സംഭവിക്കും. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് കർത്തമേശ എടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. പക്ഷെ എടുത്ത ഉടനെ തന്നെ വ്യവസ്ഥയില്ലാത്ത കാര്യങ്ങള് ചില മിങ്കിള് ചെയ്തു അവസാനം അവിടെയുള്ള എന്റെ കർത്താവ് പറഞ്ഞ് ഇവന്റെ ഉള്ളിൽ ആവിചാരത്തിന്റെ ഫുഡ് കിടക്കണം. അപ്പോഴാണ് ഭാര്യ ചോദിച്ച ഭാര്യ പറഞ്ഞു ശരിക്ക് കഴിച്ചത് രാവിലെ വൈകിട്ട്. ഇന്ന് അവരനുഭവിക്കുന്ന വേദന. ഈ അഡ്വക്കേറ്റ് വരുമോ പാസ്റ്റേ? ഇവരാരെങ്കിലും വരുമോ? ഇന്നൊരു ഭാരപ്പൊടിയാണ്. തിരിച്ചറിയുക. രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി മന്ദിരം ബോധിച്ചവരെ ജീവിക്കുവാനോ ബോധിച്ചവരോ ഭക്തനാണ് ചെയ്യുവാനോ എനിക്ക് അധികാരം തന്നിട്ടില്ല. വിലയ്ക്ക് വാങ്ങിയത് ചോദിച്ചേ അവൻ പറയട്ടെ. +2 കഴിഞ്ഞു. 2 കുഞ്ഞുങ്ങള് +2 കഴിഞ്ഞു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ നെക്സ്റ്റ് ഇവിടെ എഡ്യൂക്കേഷൻ എന്താണ്? ഞാൻ എന്തിനാണ് ചോദിച്ചു. എന്റെ ആഗ്രഹം ബൈബിൾ കോളേജ് ഇവിടെയാണ്. 2 പെൺകുഞ്ഞുങ്ങളാണ്. ഞാൻ ശുശ്രൂഷ ആയിരിക്കുന്നുണ്ട്. എനിക്ക് ആൺകുഞ്ഞുങ്ങൾ തന്നിട്ടില്ല. ഇവര് ശുശ്രൂഷ ദേവദാസന്മാർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ബൈബിൾ പഠിപ്പിക്കാൻ പറ്റും. അതിനുവേണ്ടി ആലോചന സഭ ഞാൻ കയറി. ഒരു വാക്യം എടുത്തിട്ട് 22 ഇരമ്യാ പ്രവാചകൻ 22:20 അവരെന്റെ ആലോചന നിന്നിരുന്ന വാക്യം പറയാം. അവർ നമ്മൾ അവർ എന്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ അവർ നാം ദൈവത്തിന്റെ ആലോചന നിന്നിരുന്നുവെങ്കിൽ അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്ന് ഞാൻ അവരെ ഉപദേശിച്ച് അവരെ പിന്തിരിച്ചു കൊണ്ടുവരുമായിരുന്നു. അപ്പൊ വാക്യമാണ് ഞാൻ പറഞ്ഞത്. ഈ കാലഘട്ടത്തില് വളരെ റയറാണ് ഈ സഭയ്ക്ക് തോന്നുന്നത്. ഏത് സഭയ്ക്കത്ത്? ദൈവവുമായുള്ള ഒരു ആലോചന സഭ ഉണ്ട്. ദേവസ്വന്മാരെ നമുക്ക് അങ്ങനെ സഭയുണ്ട്, പക്ഷെ ആരും കയറി പോകുന്നില്ല. അപ്പൊ ഞാൻ ഈ സഭയ്ക്കകത്ത് കയറി. ഞങ്ങൾ 3 ദിവസം ഫാസ്റ്റിംഗ് ഇരുന്നു. ഈ കുഞ്ഞുങ്ങളെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചോദിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞു ഇവരെ ഒരു സ്റ്റെപ്പ് കൂടെ പഠിപ്പിക്കാൻ പറഞ്ഞു. ഡിഗ്രിയുടെ പഠിപ്പിക്കാൻ പറഞ്ഞാൽ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി പഠിപ്പിക്കാൻ പറഞ്ഞു. അവരുടെ +2 കഴിഞ്ഞു. BSc നഴ്സിംഗിന്റെ ആ കോഴ്സ് കർത്താവ് 2 പേരും കഴിഞ്ഞു. ഇത് ഞാൻ വീണ്ടും ചോദിച്ചു, കാരണം ഇനി ഞാൻ ഇവരെ എന്ത് ചെയ്യണം? ബൈബിൾ കോളേജ് വീണപ്പോ മറ്റെന്താണ് 32:8 വായിച്ചൊരു സങ്കീർത്തനം വായിച്ച 32:8 സങ്കീർത്തനത്തിന് എന്താ കേൾക്കുക? രക്ഷിക്കപ്പെട്ടവനെ കർത്താവിന്റെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയവനെ ഞാൻ നിന്നെ ഉപദേശിച്ച് നീ ഈ ലോകത്ത് എവിടെ പോകണമെന്നും എങ്ങനെ ആയിരിക്കണമെന്നും ഞാൻ പറഞ്ഞു. അങ്ങനെ ഉപദേശിച്ച് നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു. എത്ര നന്നായിട്ട് എഴുതിയിരിക്കുന്നു. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. എത്ര പേരെ നീ ഈ സഭയ്ക്കകത്ത് കയറുന്നു? ഏതെങ്കിലും ഒരു കാര്യം വന്നാൽ ചാടിക്കേറി മനുഷ്യൻ പറയുന്നത് കേട്ട് എന്തൊക്കെ നമ്മളെ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ചിലത് പരാജയത്തിലേക്ക് പോകും. എനിക്ക് പറ്റുന്നില്ല. കാരണം എനിക്കറിയാം എന്റെ സ്വജീവിതം സ്നാനക്കുളത്തെത്തുവരെ തീർന്നു, എല്ലാം തീർന്നു. ഇനി എന്നെ വിലയ്ക്ക് വാങ്ങിയവൻ എനിക്ക് ആലോചിച്ച് കയറിപ്പോയിക്കാമേ. കർത്താവ് പറഞ്ഞു BSc നഴ്സിംഗ് കഴിഞ്ഞുകൊണ്ട് കുഞ്ഞ് പറഞ്ഞു ഇവരുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്റെ ദൈവം, ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യം. 21 വയസ്സായി വിവാഹത്തിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സമയത്ത് സാമ്പത്തികമായി അങ്ങനെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ കർത്താവ് അങ്ങനെയാണെങ്കിൽ സാമ്പത്തികം വല്ല കഴിഞ്ഞ നാളിൽ നിന്നെ നടത്തി ഓർക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ നിന്ന് നടത്തും. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. 1 വർഷത്തിൽ 2 കുഞ്ഞിന്റെ കല്യാണം പറഞ്ഞു. എന്തിനാ കർത്താവേ ഇവിടെ ശുശ്രൂഷ കുറിച്ച് പറയുന്നില്ല. വെയിറ്റ്. അത്
ഇവർ കുടുംബമായിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ജോലി കൊടുക്കും, വിദേശത്ത് പറഞ്ഞു. എന്നിട്ട് ഞാൻ വിളിച്ചിറക്കുന്ന ഒരു ടൈമുണ്ട് പൂർണ്ണമായിട്ട്, അതുവരെ ഇവർ ജോലിയോട് കൂടി കർത്താൻ വിലയിട്ട്. ശരി, ജോലിയെങ്കിൽ ഇവർ ഏത് രാജ്യത്ത്? എന്റെ ചോദ്യമാണ്. അത് അവർ അപ്പനുമാണ്. ഏത് രാജ്യത്തെങ്ങനെ ഇവർ അയക്കേണ്ടത്? ഇളയവരെ കൃത്യമായിട്ട് രണ്ടുപേരുണ്ടോ? ഇളയവരെ ജർമ്മനിക്ക് ജർമ്മൻ ഭാഷ പഠിക്കും. അപ്പോഴാണ് ഈ ജർമ്മൻ ഭാഷയെ കുറിച്ച് നമ്മൾ അറിയുന്നത്. ജർമ്മൻ ഭാഷ പഠിക്കാൻ പറഞ്ഞു. ഒരപ്പൻ തന്റെ കുഞ്ഞിനെ നടത്തുന്ന വിധം ഇതെന്താ ഇങ്ങനെ സംസാരിക്കാൻ എന്നറിയോ? പാളയം വിശുദ്ധമായ ഒന്ന്. രണ്ട്, എനിക്കായിട്ട് ഡിസിഷൻ റൈറ്റ് ഇല്ല, എന്റെ റൈറ്റ് പോയി. ഇനി ഞാൻ എന്ത് ചലിക്കണമെന്ന്, ഞാൻ എങ്ങനെ ആയിരിക്കണം തീരുമാനിക്കേണ്ട എന്റെ ദൈവമാണ്. പക്ഷെ ആരും ഏൽപ്പിച്ചു കൊടുക്കുന്നത് കിടന്ന് വലയുക. ഇസ്രായേൽ ദേശത്ത് ആ പെട്ടകം ഇരുന്നിട്ട് 20 വർഷം വരെ അമിതാദാന്റെ വീട്ടിൽ പെട്ടകം ഇരുന്നു. എലിയാസിന് പുരോഹിതനുണ്ടായിരുന്നു, ആരാധനയുണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഈ നീണ്ട 20 വർഷം പിതാവ് തന്നെ ഒരു ആനന്ദമില്ല. നീണ്ട 20 വർഷം പെട്ടകമുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്, ഒരൊറ്റ റിലീസില്ല. പിന്നെ ശൗൽ പ്രവാചകനെ കർത്താവ് വഞ്ചിച്ചു. ഞാൻ ആ ഭാഗത്ത് പോലും തീർത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി അവിടെ ഇവിടത്തേക്ക് എന്തൊക്കെയോ കർത്താവ് എന്നോട് നിങ്ങൾക്ക് കേൾപ്പിച്ചു. നിങ്ങളത് മനസ്സിലാക്കി, ഇത് ദൈവത്തിന്റെ വചനം മനസ്സിലാക്കി, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്തു നാം മുന്നോട്ട് പോവുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുഴുവൻ റെസ്പോണ്ട് ദൈവമാണ് ഏറ്റെടുത്തിരിക്കുന്ന സ്ഥാനപ്പെടുത്ത് വെച്ചു. പക്ഷെ ദൈവത്തിന് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നില്ല. വേഗത്തിൽ വായിച്ചോട്ടെ 2 കൊരിന്ത്യർ 6:14 മുതൽ വാക്യം പെട്ടെന്ന് വായിച്ചോട്ടെ. പ്ലീസ് എന്താ പറഞ്ഞിട്ടേക്ക് ഒരു വാക്യം. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 3 മുതൽ വാക്യം വായിച്ചാട്ടെ. ലേവ്യ പുസ്തകം 26-3 മുതൽ. എന്റെ ചട്ടം ആചരിച്ച് എന്റെ കൽപ്പന ഇടംബലം തെറ്റാതെ പ്രമാണിച്ച് അനുസരിച്ചാൽ തക്ക സമയത്ത് ഒരു റിലീസ് വേണമെങ്കിൽ പാളയം വിശുദ്ധമായിരിക്കണം. വേഗത്തിൽ പറയാം. എന്റെ കുഞ്ഞിനെ +2 കർത്താവ് പഠിച്ചു. നമുക്ക് ലാസ്റ്റ് പ്രാക്ടിക്കൽ ചെയ്യണം. 25,000 രൂപ തമിഴ്നാട് കോളേജിലേക്ക് അയച്ചു കൊടുക്കണം. കുഞ്ഞ് വിളിച്ചു, അപ്പ പൈസ അടച്ചില്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇരുത്തത്തില്ല. ഞാൻ 2 ദിവസം ഉണ്ടല്ലേ പ്രാർത്ഥിക്കണം. നിന്റെ ദൈവം നിനക്ക് നന്മ തരുന്നതാണ്. ഞാൻ പ്രിയപ്പെട്ടവരും എന്റെ വീട്ടിൽ നിന്ന് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് കരകോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, എല്ലാം വിട്ടെറിഞ്ഞ് നിന്റെ പേരേക്ക് വേണ്ടി ഇറങ്ങി കുഞ്ഞിന്റെ ഭാരപ്പെടുന്നവൻ പ്രാർത്ഥിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വെളിപ്പാട് കടന്നു. ഒരു കാക്ക സമുദ്രത്തിന്റെ അക്കരെ നിന്നും ചുണ്ടിൽ ഒരു കവറ് ആ കാക്ക ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. എന്റെ വീട് നോക്കി അത് പറന്നു വരുന്നവൻ ഈ വെളിപ്പാട് കണ്ട് പ്രാർത്ഥന. ഞാൻ പറഞ്ഞ് ദൈവം എന്തൊരു പ്രവർത്തി ചെയ്യുന്നു. ആ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ചങ്ങനൊരു കോള് വരുന്ന പാസ്റ്റർ സുഖമാണെന്ന് ചോദിച്ചു. സുഖമാണ്. കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചോദിച്ചു? കുഞ്ഞുങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞ ഏതൊരു എത്തിയെന്ന് ചോദിച്ചു. കാര്യങ്ങൾ നന്നായിട്ട് പറഞ്ഞു. ആ മാതാവ് പറഞ്ഞു, പാസ്റ്റർ കാര്യം അവൻ പാസ്റ്റർ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ തോന്നി? പാസ്റ്റർ അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ അയച്ചത് 25,000 ബാങ്ക് ഓഫ് അവിടെ. അവിടെ മകൻ ഗൾഫ് എന്ന് പറഞ്ഞു. പപ്പ അമ്മ ഈ പൈസ ന്യായമായി അർഹതപ്പെട്ട ഏതെങ്കിലും ദേവദാസന് കൊടുക്കാൻ വേണ്ടി ദശാംശം അയച്ചു കൊടുത്താണ്. അത് കർത്താവ് ഇരിക്കും. എന്റെ കുഞ്ഞിന് ഫീസ് അടച്ച് ഈ യേശുവിനെയാണ് ഞാൻ പ്രസവിക്കുന്നത്. അതാ ഇത്രയും കാര്യം പറഞ്ഞാൽ ഇന്ന് രാത്രി തീരുമാനമെടുക്കണം. കിടക്കുന്നവർ പറഞ്ഞു, കർത്താവേ, എന്റെ പാളയത്തിനകത്ത് നിലകിതമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവ് ഒന്നിനും അങ്ങെടുത്ത് മാറ്റണം. ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കി തരണേ, ഞാൻ അത് റിജക്ട് ചെയ്യാൻ തയ്യാർ. അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവിന്റെ ആത്മാവ് പറയുന്നത് ആത്മീയത്തില് പലരും ശോഷിച്ചിരിക്കുന്ന അവസ്ഥയെന്ന് കർത്താവ് വിടുവിക്കും. ഫസ്റ്റ് അതിന് വളർന്നുക. പറഞ്ഞാട്ടെ ഇനി വാക്യം വായിച്ചേട്ടാ. തീർന്നില്ല. 26-3 വരെ. ആചരിച്ച് പ്രമാണിച്ച് തക്ക സമയത്ത് മഴ കാണാൻ ഭൂമി വിളവ് തരും. ആമേ. ചട്ടമനുസരിച്ച് ക്രമപ്പെട്ട് പാളയം വിശുദ്ധമായി സൂക്ഷിക്കുന്നുവെങ്കിൽ
ജനുവരി മാസം ലഭിക്കേണ്ട ആശ്വാസം അന്ന് തന്നെ ലഭിക്കും. ഡിസംബറിൽ ലഭിക്കേണ്ട വാഗ്ദത്തം അന്ന് തന്നെ തരും. ഒന്നും തരില്ല. കർത്താവ് കാൽക്കുലേഷനായി പറഞ്ഞ കാര്യം കൃത്യമായി ചെയ്യണമെങ്കിൽ നീയാകുന്ന പാളയം, കുടുംബമാകുന്ന പാളയം, സഭയാകുന്ന പാളയം നടക്കുവാൻ തുറന്നു കൊടുക്കുക. ഒരു അശുദ്ധി കണ്ടാൽ കർത്താവ് ഇറങ്ങി പോവാൻ. ഇനി വായിക്കട്ടെ. ഭൂമിയിലുള്ള വൃക്ഷവും ഫലം തരും. ഭൂമിയുള്ള വൃക്ഷം ഫലം തരും. നിങ്ങളുടെ മെതി മുന്തിരിപ്പഴം പറിക്കുന്നത് വരെ നിങ്ങളുടെ അധ്വാന ഫലം ഒന്നും പാഴായി പോയിട്ടില്ല. മുന്തിരിപ്പഴം പറിക്കുന്നത് വിധകാലം വരെ നിൽക്കും. നിങ്ങൾ തൃപ്തരായി അഹോർത്തി കഴിച്ച് ദേശത്ത് നിർഭയം വസിക്കും. ഞാൻ ദേശത്ത് സമാധാനം തരും. നിങ്ങൾ കിടക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ ദേശത്ത് നിന്ന് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും. വാൾ നിങ്ങളുടെ ദേശത്തൂടി കടക്കുകയുമില്ല. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ഓടിക്കും. അവർ നിങ്ങളുടെ മുമ്പിൽ വാളിനാൽ വീഴും. നിങ്ങളിൽ 5 പേർ 100 പേരെ ഓടിക്കും. നിങ്ങളിൽ 100 പേർ 10,000 പേരെ ഓടിക്കും. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മുമ്പിൽ വാളിനാൽ വീഴും. ഞാൻ നിങ്ങളെ കടാക്ഷിച്ച് സന്താന സമ്പന്നരാക്കി പെരുക്കുകയും നിങ്ങളോടുള്ള എന്റെ നിയമം സ്ഥിരമാക്കുകയും ചെയ്യും. നിങ്ങൾ പഴയ ധാന്യം ഭക്ഷിക്കുകയും പുതിയതിന്റെ നിമിത്തം പഴയത് പുറത്തിറക്കുകയും ചെയ്യും. ഞാൻ എന്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും. നിങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഇരിക്കുമെന്നാണ് വാഗ്ദത്തം. ആത്മീയത്തിൽ ചില കേട്ടോ സ്പിരിച്വലമായി ഇത്തിരി എല്ലാം ഡിപ്രസറാണ്. ഒരു വളർച്ചയില്ല. കർത്താവിന്റെ ആത്മാവ് ഇടപെടണമേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവർത്തിയുടെ രാത്രിയാണ്. നിങ്ങൾ ക്രമപ്പെടാൻ തയ്യാറെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചില പ്രവാചകന്മാരെയും പ്രവാചികളെയും ആമേ ശുശ്രൂഷയ്ക്കായി കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകും. ഒന്നാമത്തെ ബ്ലെസ്സിംഗ്. രണ്ടാമത് ഡിസ്ക് പെയിൻ. ആരൊക്കെ ഭാരപ്പെടുന്നു ആ കെട്ടടിയും, മാറാത്ത തലവേദന, മാറാത്ത മുട്ടുവേദന, സാമ്പത്തികം നെരുക്കം, ചില വിഷയത്തിന് കൂടെ പറഞ്ഞ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ കൊടുക്കാൻ കഴിയുന്നില്ല. കൊടുക്കും. സഭയുടെ വാഗ്ദത്തമുണ്ട്. കഴിഞ്ഞ 2024 നടക്കേണ്ട വാഗ്ദത്തം മുടങ്ങിയിരിപ്പുണ്ട്. അത് കർത്താവ് ചെയ്യുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഞാൻ പ്രവർത്തിക്കും. ലേവ്യപുസ്തകം 13 വാക്യം ഈ സഭയ്ക്കുള്ള ദൂതാണ്. അനുഗ്രഹിച്ച കർത്താവ് ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു, പക്ഷെ ഞാൻ ഇറങ്ങിപ്പോകത്തവരുടെ കാരണം നിങ്ങൾ ഓർക്കരുത്. എനിക്കിത് ധൈര്യമായിട്ട് ലോകത്ത് എന്റെ അനുഭവമാണ്, തെളിയിക്കാൻ പറ്റുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ സമയം വരുന്നു, ഞാൻ നിർത്തുവാണ്. ദൈവത്തിന്റെ ആത്മാവും നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ വളരെ വ്യക്തമായി പ്രാർത്ഥിച്ചു. എനിക്കൊരു വെളിപ്പാട് തന്നിട്ട് ബാക്കി ഞാൻ പാസ്റ്ററിനെ സംസാരിക്കും. ഒന്നിന്റെ കാര്യം മാത്രമേ ഞാൻ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കത് ഓപ്പൺ പറയാൻ പറ്റത്തില്ല. എന്തിനു ഞാൻ പ്രാർത്ഥിച്ചു, ആമേൻ. കർത്താവ് തന്നെ ഇപ്പോൾ നീ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ഞാൻ അത് നിങ്ങൾക്ക് തോന്നും. എന്റെ പൊന്നുമക്കൾ, ഇത് മനുഷ്യമല്ല. മുട്ടുമേൽ പ്രാർത്ഥിച്ചതാണ് വളരെ. നിങ്ങൾ ആരും പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. എല്ലാവരും എല്ലാവരും മാനസാന്തരപ്പെട്ട് ദീർഘക്ഷമയുടെ ചിലരെ രക്ഷിക്കപ്പെടുന്നുള്ളത്. ആ ദീർഘക്ഷമ കർത്താവ് നമ്മോട് കാണിക്കുന്ന ദൈവമുള്ളാമേ. ഇന്ന് രാത്രി ഏതെങ്കിലും ഭാഗത്ത് മടങ്ങി വരുവാനുണ്ടെങ്കിൽ മടങ്ങി വന്നാൽ ആത്മാവ് ഇടപെടുന്നു. ഇന്ന് നിന്റെ പ്രതിയോഗിയെ നിന്റെ കാര്യത്തിലാക്കി തരും. സഭയ്ക്കെതിരെ ഒരു കെട്ടുണ്ട്, ഒരു ബന്ധനമുണ്ട്. പക്ഷേ ഈ വരുന്ന ദിവസമുള്ള 3 ദിവസം സഭയിൽ വരുന്ന ആത്മാക്കളെ നിലനിർത്താതെ വേണം. വരുന്നവരെ ചില ചിന്തകളെ ഇട്ടുകൊണ്ട് മാറ്റിക്കളയുന്ന ഒരു ദേശത്തിന് ഒരു പോരിനെ കാണിക്കുന്നതാണ്. ഈ ദിവസങ്ങളിൽ സഭ അതിനുവേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തെ കർത്താവേ, ഈ ദിവസങ്ങൾ ആത്മാക്കളെ തടയുന്ന, ആത്മാക്കളെ നിലനിർത്താതെ വേണം, ശുശ്രൂഷ വെളിപ്പെടാതെ വേണം, ബുദ്ധി ബാധിക്കാതെ വേണം, ആ കെട്ടുകളെ യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ കെട്ട് അഴിയട്ടെ.
യേശുവിന്റെ രക്തസാക്ഷികളെ ഒത്തിരി വിഷയങ്ങൾ പറയണമെന്നുണ്ട്, ഞാൻ നിർത്താൻ പോകണം. അതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുക പറയാനോ, എനിക്ക് നിങ്ങളുടേതായ ആത്മമണ്ഡലവും ബോധമുള്ള കുറച്ച് കാര്യം മനസ്സിലാക്കി തന്നുകൊണ്ട് ഒരു ശുശ്രൂഷ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ശിവയെ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു എല്ലാ ദിവസവും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞ കാര്യത്തിൽ കർത്താവ് മൂന്നാമത്തെ പറയുന്നത്, എന്റെ ചട്ടങ്ങളെ ആചരിക്കുന്നെങ്കിൽ ഞാൻ ഇരിക്കേണ്ട സ്ഥലം വിശുദ്ധമായിരിക്കും. വല്ലതിനെ വലിച്ചു കയറ്റി വീട്ടിനകത്ത് കൊണ്ട് ഇരുത്തിയിട്ട് എനിക്ക് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഒരുക്കരുത്. നിങ്ങൾ ചിലപ്പോൾ ലോകക്കാരെയോ മറ്റുള്ള നിങ്ങൾ മാറ്റി പേടിച്ചിട്ട് ചെയ്യാനിരിക്കുക. അതുകൊണ്ട് സംഭവിക്കുന്നത് ചില ആത്മമണ്ഡലത്തിലെ വിടുതലുകൾ ബ്ലോക്കാവും. ആ കെട്ടിൽ അടിയാൻ വേണ്ടിയാണ് ശാന്തമായി ഇത്രയും വചനത്തിലൂടെ ദൈവം സംസാരിച്ചത്. ഒരു വാക്യം കുറിവാക്യം വായിച്ചോട്ടെ. അവിടുത്തെ 20 കുറിവാക്യം വായിച്ചു നിർത്താം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് ദൈവം നിന്നെ വിട്ടുപോകാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധമായിരിക്കണം. കേട്ടല്ലോ, നിങ്ങൾ ഇത് മാത്രം കീപ്പ് ചെയ്താൽ മതി. ദൈവം ബാക്കിയുള്ള കാര്യം ചെയ്തു. ദൈവത്തിന്റെ ആത്മാവ് കുന്നുകൂടി കിടക്കണമെന്ന് ഇവിടെ ഓരോരുത്തരും പ്രാപിക്കേണ്ട നന്മ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ല. ഒന്നുകൂടി കിടക്കുന്ന കർത്താവിന്റെ ആത്മാവാണ്. നിങ്ങളുടെ കാര്യങ്ങൾ എത്തുന്നില്ല. ഈ പറഞ്ഞ ചെറിയൊരു കാര്യം എവിടേക്കോ ചില വിഷയങ്ങൾ ദൈവം എഴുതി വെച്ച പ്രമാണത്തിൽ ഉപവിഷ്ടനാണ്. അപ്പുറം ഇപ്പൊ പോകത്തില്ല. പറഞ്ഞ ഊവൊന്നും ഇല്ല എന്ന് തന്നെ. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇത്രയും സമയം ശുശ്രൂഷിപ്പാൻ വെക്കണം. എത്രത്തോളം സമയം അമ്മ അനുവദിച്ച് തന്ന ക്ഷണിച്ച കർത്താവിന്റെ ദാസനെ, കുടുംബത്തെ, സഭയോർത്ത് ഞാൻ കർത്താവിന് സ്തുതിക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേകമായി എന്നെ നന്ദി പറയുന്നു. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴേക്ക് പ്രാർത്ഥിക്കും. ഇനി കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ പിന്നെ നമുക്ക് ശുശ്രൂഷ അനുഭവിക്കാൻ അതിനെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപരിമിച്ച സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ക്ഷേത്രം വളരെ ഹൃദ്യവും സ്പഷ്ടവുമായി നമ്മോട് സംസാരിച്ചല്ലോ. ആത്മാവ് നമ്മുടെ ഇടപെട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ച ഒരു വചനങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാൻ നൽകുമ്പോൾ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകാതെ അത് പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് ഒരുക്കത്തോടെ ഈ ദിവസങ്ങളിൽ ദൈവഗീത പ്രകാരം എല്ലാ വിടുതലും പ്രാപിപ്പാട്ടൊക്കെ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി വിശുദ്ധിയുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് നിറയ്ക്കുക. സഭയെ വിശുദ്ധിയുടെ നിറയ്ക്കുക. സകല അഴുക്കുകളും സഭയിൽ നിന്ന് മാറിപ്പോകുക. സകല അശുദ്ധികളും സഭയിൽ നിന്ന് മാറിപ്പോകുക. വ്യക്തികളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, കൂട്ടായ്മകളിൽ നിന്ന് മാറിപ്പോകുക. ദൈവത്തിന്റെ ആത്മാവിന്റെ വചനത്തിന്റെ ശക്തി ശക്തമായി നമ്മുടെ വെളിപ്പെടേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയുടെ അഭിഷേകത്തെ ഞങ്ങളുടെ മധ്യത്തിൽ അയച്ചു കർത്താവേ. സഭയ്ക്ക് ഞങ്ങൾക്ക് ഓരോരുത്തരും വ്യക്തിപരമായി നിങ്ങളോട് ഹൃദ്യമായി വളരെ ശക്തമായ ഭാഷയിൽ സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവ് വിടേണ്ടതിനെ പൂർണ്ണമായി വിടുക, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുക. വാക്കുകൾ, സംസാരങ്ങൾ, നോട്ടങ്ങൾ, ചിന്തകൾ, പ്രവർത്തികൾ കർത്താവ്, രഹസ്യ ജീവിതങ്ങൾ, പരസ്യങ്ങൾ കർത്താവ് എന്ന് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുക. ദൈവാത്മാവിന്റെ പ്രകാരം വചനത്തോടെ ജീവിപ്പാനെ നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളെ താഴ്ത്തുന്ന കർത്താവ് ഞങ്ങളെ പണിയണമേ ഹിതത്തിനായി ഞങ്ങളെ പണിയണമേ കർത്താവ്. അസംബന്ധം മുടങ്ങിപ്പോവാൻ ഇടയാകരുത്. ആത്മാക്കൾ വിടിപ്പിക്കപ്പെടാതെ പോകരുത്. സഭ വിടിപ്പിക്കപ്പെടാതെ പോകരുത് കർത്താവ്. ജനം വിടിപ്പിക്കപ്പെടാതെ പോകരുത്. താഴ്ത്തിയേൽപ്പിക്കുന്ന കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് രാത്രിയുടെ സമർപ്പണത്തെ അംഗമാനിക്കുന്നതിനായി നന്ദികൾ പ്രത്യേക അഭിഷേകത്തിനായി സ്തോത്രം. മാനിക്കണമേ, തലമുറകളെ മാനിക്കണമേ, സഭയെ മാനിക്കണമേ. ഇനി അനേക കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക്, സഭകൾക്ക് അനുഗ്രഹമായി ഇടപെടുത്തലേയും മാനിക്കുന്ന വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവജനത്തിനെ കണ്ടവരെ കഴിയാതെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. നാളെ വിശുദ്ധ സഭായോഗത്തെ കർത്താവ് അനുഗ്രഹിക്കും. സൺഡേ സ്കൂളിലെ കർത്താവ് ദൈവനാമത്തിന്റെ മഹത്വം നാളെ പകൽ അനുഭവപ്പെടുന്നവരെ സഹായിക്കും. വൻകാര്യങ്ങൾ ദൈവം ചെയ്യും. എല്ലാ പുകഴ്ചയും മഹത്വം മാത്രമുള്ള അർപ്പിക്കുന്ന കർത്താവ്. പ്രാർത്ഥന നന്ദി യേശുവിൻ
നാമത്തിൽ തന്നെ ആമേ. കർത്താവ് പ്രാർത്ഥന എടുത്ത് സ്വോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വപ്നാവാകിയ സ്നേഹം പുത്രനാവേശുവിന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കാവലും കൂട്ടായ്മ അവരുടെ പ്രവർത്തന വിഷയങ്ങളിൽ സർവശുദ്ധന്മാരുടെ കൊണ്ടായിരിക്കുമാറാകട്ടെ. ആകാർക്കപ്പെട്ട കുഞ്ഞാടിന് രാത്രിക്കാലം ചേർന്ന് നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവേ, പരമേശ്വരൻ പ്രത്യേകം നന്ദി എന്ന് ശക്തമായി അവയെ മാനിക്കുമാറാകട്ടെ. ദൈവം എല്ലാവരും അറിയാതെ 8 മണിക്ക് സൺഡേ സ്കൂൾ ആരംഭിക്കും, 9 മണിക്ക് ആരാധന ആരംഭിക്കും. എല്ലാവരും പ്രാർത്ഥനയുടെ കടന്നുവരിക തമ്മിൽ സഹായിക്കുമാറാകട്ടെ. ആമേൻ.